LDFന്റെ രാജ്യസഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച വാർത്തയിലേക്കാണ് 9 PM ആദ്യം പോകുന്നത്. 2 സീറ്റാണ് LDFനുള്ളത്. ഇത് ഒന്ന് CPIക്കും ഒന്ന് കേരള കോൺഗ്രസ് എമ്മിനും കൊടുക്കാൻ ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. CPIക്ക് വേണ്ടി PP സുധീറും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണിയും സ്ഥാനാർത്ഥികളാകും. നൃപൻ ചക്രവർത്തി വിശദമായ വിവരങ്ങൾ നൽകും. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളെക്കുറിച്ച് വലിയ തരത്തിലുള്ള അഭ്യൂഹമാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. വലിയ തരത്തിലുള്ള തർക്കം LDFിൽ നടക്കുന്നു എന്ന പ്രചരണമുണ്ടായി. പക്ഷേ ഈ പ്രചരണങ്ങളെല്ലാം അസ്ഥാനത്താണ് എന്നതാണ് ഇന്ന് LDFിൻ്റെ കൺവീനർ EP ജയരാജൻ്റെ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമാകുന്നത്. ഒഴിവുവരുന്ന 2 സീറ്റുകളിലാണ് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ നിലവിലുള്ള നിയമസഭാ കക്ഷി അംഗങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിക്കുക. ഒരു സീറ്റിൽ UDF വിജയിക്കും. ഈ 2 സീറ്റുകളിലും LDFിൻ്റെ ഘടകകക്ഷികൾ മത്സരിക്കുമെന്നതാണ് ഇന്നത്തെ പ്രഖ്യാപനം. ഒരു സീറ്റിൽ CPIയുടെ സ്ഥാനാർത്ഥിയും മറ്റൊരു സീറ്റിൽ മത്സരിക്കുക കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയുമാണ്. ഇത് CPMന് മത്സരിക്കേണ്ട സീറ്റാണ്. ഇത് പൂർണ്ണമായും ഇക്കാര്യങ്ങളിൽ മുന്നണിയുടെ ഐക്യത്തിന് വേണ്ടി ഈ കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി CPM നൽകിയത്. ഇത് മുന്നണി സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് എന്ന് തന്നെയാണ് LDF കൺവീനർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. CPMന് ഒറ്റയ്ക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM അത്തരമൊരു ആവശ്യങ്ങളിലേക്ക് വന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ 2 പാർട്ടികൾക്ക് ഈ 2 സ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി യോഗം ചെയ്തിട്ടുള്ളത്. LDF കൺവീനറുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അതാത് പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. CPIയുടെ സ്ഥാനാർത്ഥിയായ PP സുനീറാണ് മത്സരിക്കുക. അദ്ദേഹം നേരത്തെ തന്നെ വയനാട്ടിലും പൊന്നാനിയിലും നേരത്തെ മത്സരിച്ചിട്ടുള്ള ആളാണ്. CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് PP സുനീർ. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി CPI തീരുമാനിച്ചു. അത് CPI നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ച പാർട്ടി വലിയൊരു ചുമതലയാണ് ഏൽപ്പിക്കുന്നത്. തീർച്ചയായും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ പിടിച്ച് പാർലമെൻറ്റിൽ പരമാവധി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിക്കും. വളരെ സന്തോഷം. പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ആ പരമാവധി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യവും കേരളത്തിന് വേണ്ടിയും കൂടുതൽ ഇടപെടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. ഇത് LDF സീറ്റ് വിട്ടു നൽകിയതിലുള്ള നന്ദിയാണ് മാണി വിഭാഗം രേഖപ്പെടുത്തിയത്. ഘടകകക്ഷി എന്ന നിലയിൽ ആ സീറ്റ് തുടരാനുള്ള അനുമതി നൽകിയ LDF നേതൃത്വത്തെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജോസ് കെ മാണിയും മാണി വിഭാഗത്തിൻ്റെ നേതാക്കളും അഭിനന്ദിക്കുകയും അതിലുള്ള നന്ദി അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. കേരള കോൺഗ്രസ് അർഹമായ അംഗീകാരമാണ് ഇതിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ സന്തോഷം നൽകുകയും ചെയ്യുന്ന ഒരു തീരുമാനമായി ഞങ്ങളിതിനെ കാണുന്നു. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ മതേതരത്വത്തിന് വേണ്ടിയുള്ള ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജോസ് കെ മാണിക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതിന് തുടർച്ചയായിട്ട് അവസരം നൽകിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ആ കക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന CPMനോടും ബഹുമാനായ മുഖ്യമന്ത്രിയോടും പാർട്ടിക്കുള്ള നന്ദി കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഉപയോഗിക്കുകയാണ്. ഒരു വിഭാഗം മാധ്യമങ്ങൾ വലിയ തരത്തിലുള്ള പ്രചരണമാണ് നടത്തിയത്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് LDFിൽ വലിയ തരത്തിലുള്ള അസംതൃഷ്ടിയും അനൈക്യവും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണമുണ്ടായിരുന്നു. പക്ഷേ അവ പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ് LDFിൻ്റെ തീരുമാനം. കാരണം ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾക്ക് CPMന് അവകാശപ്പെട്ട സീറ്റാണ് ഘടകകക്ഷികൾക്ക് നൽകിയത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് അവർ ആവശ്യം ഉന്നയിച്ചിരുന്നു. അവരുടെ ആവശ്യം ഇക്കാര്യത്തിൽ അവരുടെ ആവശ്യം അംഗീകരിക്കണം എന്ന തീരുമാനം LDF ഐകകണ്ഠേന എടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തു എന്ന് തന്നെയാണ് മാണി കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് വാർത്തകൾ പൂർണ്ണമായി വസ്തുതാപരമല്ല എന്ന് തെളിയുന്നു. LDF ഐക്യത്തോടുകൂടി തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ UDF ഒരു സീറ്റ് അവർക്കായിരിക്കും, ഒരു സീറ്റിലായിരിക്കും UDFിൻ്റെ സ്ഥാനാർത്ഥി രാജ്യസഭയിലേക്ക് എത്തുക. നിലവിലെ അംഗബലം അനുസരിച്ച് അത് കോൺഗ്രസ് മുസ്ലിം ലീഗിനാണ് നൽകിയിട്ടുള്ളത്. അത് ഹാരിസ് ബീരാനെ മത്സരിപ്പിക്കാൻ ലീഗും ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഹാരിസ് ബീരാൻ അവർ ഔദ്യോഗികമായി തീരുമാനിച്ചു. അദ്ദേഹമാണ് സ്ഥാനാർത്ഥി. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. പക്ഷേ അതേസമയം ലീഗിനുള്ളിൽ നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള തർക്കത്തിനൊടുവിലാണ് ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അസിത.